ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൾ അടിച്ചിരിക്കുന്നത് കർഷകർക്കാണ്. അതായത് പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവകളിൽ വൻ ഇളവാണ് നൽകാൻ ഒരുങ്ങുന്നത്. അതായത് അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇന്ത്യ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഫാക്ട് ഷീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വ്യാപാര കരാറിൽ അമർഷം പ്രകടിപ്പിക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ ഈ വാർത്ത അത്ര സുഖകരമല്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്ത്യ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിരുന്നു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നത്. അതായത് മെയ് മാസത്തിൽ നടന്ന സൈനിക നടപടിയിലൂടെ തന്നെ അവിടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ ക്ഷാമം അല്ലെങ്കിൽ അവരുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യ അവിടെ കർശനമായ നിലപാടുകൾ എടുത്തത്. ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിക്കുകയും കൃഷിയിടം വറ്റി വരണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇതിലൂടെ തന്നെ അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള സ്ഥിതിഗതികൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഇന്ത്യ US കരാറാകട്ടെ അതിൽ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്ത്യക്ക് വേണ്ടി US അവതരിപ്പിച്ചത്. ആയതിനാൽ തന്നെ വലിയ രീതിയിൽ പാകിസ്ഥാനിലും ഒരു കല്ലുകടി ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുന്ന ഇടക്കാല വ്യാപാര കരാർ ഇന്ത്യയും അമേരിക്കയും പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നതും എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഇതിൽ ചില പ്രത്യേക പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം ഫെബ്രുവരി 6-ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പയറുവർഗ്ഗങ്ങളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു എന്നതിനാൽ തന്നെ ഈ വൈറ്റ് ഹൗസ് ഫാക്ട് ഷീറ്റിലെ ഈ പുതിയ വിവരങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ തന്നെ ഡ്രൈഡ് സീഡ്ലെസ് ഗ്രെയിൻസ്, റെഡ് ചോളം, കശുവണ്ടി, ബദാം, ഫ്രഷായും അതുപോലെ തന്നെ സംസ്കരിച്ചതുമായ പഴങ്ങൾ, ചില പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ വൈൻ, അതുപോലെ തന്നെ സ്പിരിറ്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുമായുള്ള നികുതി ഇന്ത്യ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. ഫെബ്രുവരി 9-ന് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ അനൗൺസ്ഡ് ഹിസ്റ്റോറിക് ട്രേഡ് ഡീൽ എന്ന ഫാക്ട് ഷീറ്റിലാണ് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. USഉം ഇന്ത്യയും തമ്മിലുള്ള ഇടക്കാല കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് ഫെബ്രുവരി 6-ലെ സംയുക്ത പ്രസ്താവനയിൽ നിന്നും അവിടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ പുതുതായി തന്നെ കണക്കാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ US വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും വൈവിധ്യമാർന്ന US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവയാകട്ടെ ഇന്ത്യ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും. ഇതിൽ ഉൾപ്പെടുന്ന പയറുവർഗ്ഗങ്ങളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ എല്ലാ സ്ഥിത വിവര കണക്കുകളടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഈ ഒരു സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 8-നാണ് ഭോപ്പാലിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഈ ധാന്യങ്ങൾ അല്ലെങ്കിൽ മാവ്, ഗോതമ്പ്, ചോളം, അരി, മില്ലറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, പയറുവർഗ്ഗങ്ങൾ, വെള്ളരിക്ക, അതുപോലെ വരുന്ന എല്ലാ പച്ചക്കറികൾ, ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ ഇവയ്ക്കെല്ലാം തന്നെ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യില്ല എന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ എത്രത്തോളമാണ് എന്നതിന് കണക്കുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.